കുരങ്ങിന്റെ വികൃതിയും ഒരു കൊച്ചു കുഞ്ഞിന്റെ സ്നേഹവും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച ഒരു കുഞ്ഞു പപ്പീസ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇവരെയാണ് നമ്മൾ ഷിറ്റ്സു എന്ന് പറയുന്നത്. പണ്ട് ചൈനയിലെ രാജകൊട്ടാരത്തിൽ മാത്രം വളർന്നിരുന്ന രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട ലിറ്റിൽ ലയൺ എന്നറിയപ്പെടുന്ന ഷിറ്റ്സു ഇന്നിപ്പോ നമ്മുടെ നാട്ടിലും വീടിലും ഒക്കെ എത്തി. ഷിറ്റ്സുവിന്റെ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഷിറ്റ്സുവിനെ വാങ്ങി വളർത്താനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ? പക്ഷെ ഷിറ്റ്സുവിനെ നമ്മൾ വളർത്തണമെങ്കിൽ നല്ലതുപോലെ തന്നെ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ഒക്കെ വേണ്ടുന്ന ബ്രീഡാണ്. അപ്പൊ നല്ലപോലെ നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ നമ്മൾ ഷിറ്റ്സുവിനെ വാങ്ങിക്കാവുള്ളൂ. ഇവർ കാണാൻ കുഞ്ഞന്മാരാണെങ്കിൽ നമ്മൾ നല്ലതുപോലെ തന്നെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഷിറ്റ്സുവിനെ വളർത്തുന്നതിന് മുന്നേ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ നമുക്ക് ഇവരുടെ ഹെയറിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഹെയർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതൽ പേരും ഷിറ്റ്സുവിനെ വാങ്ങിച്ചതിന് ശേഷം ഹെയർ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ പിന്നെ ട്രിം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇവരെ കോംബ് ചെയ്യുക. രാവിലെയും വൈകിട്ടും നല്ലതുപോലെ തന്നെ കോംബ് ചെയ്യുക. കോംബ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു കോമ്പിൽ കിട്ടുന്ന ഹെയർ മാത്രമായിരിക്കും ഇവരുടെ കൂടുതൽ പൊഴിയാറുള്ളത്. അപ്പൊ അത് ഡെയിലി റുട്ടീനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ മുടിയൊക്കെ ചീവാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവരെ കാലത്തും വൈകിട്ടും നല്ലതുപോലെ തന്നെ കോംബ് ചെയ്യുക. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും, ഇവര് ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അലർജി കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത്. ഇവരൊരു ഹൈപ്പോ അലർജിക് ആയിട്ടുള്ള ബ്രീഡാണ്. അതായത് ഇവരുടെ ഹെയർ കൊണ്ട് ഹ്യൂമൻസിന് യാതൊരു തരത്തിലുള്ള അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല. കാര്യം ഇവരുടെ ഹെയർ എന്ന് പറയുന്നത് അങ്ങനെ അലർജി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഹെയർ അല്ല. ഇപ്പൊ നിങ്ങൾ ഇവരുടെ മുഖം ശ്രദ്ധിച്ചാലായിട്ട് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ ചില ഡോഗ്സിന്റെയൊക്കെ നമുക്ക് ആ ഒരു നോസ് എന്ന് പറയുന്നത് പുറത്തോട്ട് തള്ളിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരുടെ നോസ് എന്ന് കണ്ടോ അകത്തോട്ടാണ് ഇരിക്കുന്നത്. അതായത് വായും നോസും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി പൊക്കി വെച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവരുടെ മൂക്ക്, അതായത് ഈ പപ്പി സ്റ്റേജിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. വലുതായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പപ്പി സ്റ്റേജിൽ ഈ ഒരു ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ താന്ന് പോയി കഴിഞ്ഞാൽ മൂക്കിൽ കയറിയിട്ട് അത് പിന്നെ ഇൻഫെക്ഷൻ ആയി നിമോണിയ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ലങ് ഇൻഫെക്ഷൻ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. വായും മൂക്കും അടുത്തടുത്ത് ആയതുകൊണ്ട് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ പപ്പി സ്റ്റേജിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മുഖം മുങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഓൾറെഡി മൂക്കിൽ ഫുഡ് പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുന്ന കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെയാണ് ഇവരുടെ കണ്ണിന്റെ കേസും. ഇപ്പൊ അവരുടെ ആ ഒരു മൂക്കിന്റെ അടുത്തൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഹെയർ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഗ്രൂം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ ഗ്രൂമിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹെയർ ഇങ്ങനെ കുറ്റി പോലെ ആയിട്ട് കണ്ണിൽ കൊണ്ട് പിന്നെ കണ്ണ് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവസാനം ഇവർ ബ്ലൈൻഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഗ്രൂം ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ അത് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കാനായിട്ട് പറ്റില്ലെങ്കിൽ അതിങ്ങനെ വളർന്നിറങ്ങുന്നതാണ് സേഫ്. അല്ലെങ്കിൽ അതിങ്ങനെ കുറ്റി പോലെ നിൽക്കും. കുറ്റി പോലെ നിന്ന് ഷാർപ്പ് എഡ്ജസ് വന്ന് കണ്ണിൽ കൊണ്ട് ഇൻഫെക്ഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പപ്പീസിന്റെ ഒക്കെ ഫുഡിനെ കുറിച്ചുള്ള ഡൗട്ട് ഒരുപാട് പേർക്ക് കാണും. ഫുഡിനെ കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവരിപ്പോ പപ്പീസ് ആണ്. അപ്പൊ ഇവർക്കിപ്പോ കൊടുത്തോണ്ടിരിക്കുന്ന മദേഴ്സ് മിൽക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം റോയൽ ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റോയൽ ക്യാനിന്റെ ബേബി സ്റ്റാർട്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ ഹെയറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുള്ളത്. ഇപ്പൊ പപ്പി സ്റ്റേജ് ആയിരിക്കുമ്പോൾ ഇവരുടെ ബോണൊക്കെ നല്ലതുപോലെ തന്നെ വരാനായിട്ട് നമുക്ക് കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓയിൽസ് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സും ഉണ്ട് കേട്ടോ. ഡീവാമിങ്ങിനെ കുറിച്ച്, അതായത് വിരക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയം കാണും. ഇപ്പൊ പപ്പി ആയിരിക്കുന്ന സമയത്ത് 3 മാസം വരെ 15 ദിവസത്തെ ഗ്യാപ്പിലാണ് കൊടുക്കേണ്ടത്. പിന്നെ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണയാണ് കൊടുക്കുന്നത്. അപ്പൊ പപ്പിക്ക് നമ്മൾ വിരക്കി കൊടുക്കുന്ന സമയത്ത് ഇവരുടെ വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. 1 കിലോയ്ക്ക് 1 ml വെച്ചാണ് നമ്മൾ വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഡോഗ് എന്ന് പറയുന്ന ഒരു 5 കിലോയ്ക്ക് ഉണ്ടെങ്കിൽ 5 ml കൊടുക്കുക. അത് വെയിറ്റിനനുസരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ നിങ്ങൾ വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പലരും വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ താഴെയൊക്കെ വെക്കാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ എത്രയൊക്കെ ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലുള്ള വൈറസ് ഒക്കെ ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കഴിവതും നിങ്ങളെ കയ്യിൽ തന്നെ പപ്പിയെ പിടിക്കുക. പപ്പി സ്റ്റേജിൽ കാര്യം ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. അവിടെ കൊണ്ടുപോകുന്ന അത്ര സേഫ് അല്ല. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് പപ്പിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് കഴിവതും വീട്ടിൽ തന്നെ വന്നിട്ട് വാക്സിൻ എടുക്കാനായിട്ട് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം കൊട്ടിയത്താണ്. അപ്പൊ ഈ ഒരു ഷിറ്റ്സു പപ്പീസിനെ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഈ ഒരു കുഞ്ഞുങ്ങളെ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഇനി നിങ്ങളുടെ പെറ്റ്സ് അല്ലെങ്കിൽ കെനല് അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ അതിനകത്തോട്ട് നിങ്ങളെ ഡീറ്റെയിൽസ് ഷെയർ
ചെയ്താൽ മതി. നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്